പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന സ്ത്രീകളായിട്ടുള്ള എല്ലാ ആളുകളും, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ സ്ത്രീകളായിട്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഈ ഒരു ഡിസംബർ 31-നകം ചില രേഖകൾ പഞ്ചായത്തിൽ നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രേഖകൾ നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുക ഇനി അങ്ങോട്ട് കിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ നടപടികളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അറിയിപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ ഒക്കെ തുക വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ എല്ലാ മാസവും നടന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാം. മാത്രവുമല്ല, ഇത് കൂടാതെ മറ്റനേകം നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വളരെയധികം അനർഹർ കയറിപ്പറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു തുക കൂടുതലായിട്ട് കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാന പരിധിയൊക്കെ കുറച്ചുമൊക്കെ മുൻപ് തന്നെ ഈ ഒരു ആളുകളെ കൂടുതലായിട്ട് പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചില സാക്ഷ്യപത്രങ്ങൾ ഈ വരുന്ന 31-ാം തീയതിക്കകം തന്നെ പഞ്ചായത്തുകളിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത്. സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ബാധകം ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ഇത് പ്രത്യേകമായിട്ടുള്ള ഈ ഒരു നടപടി പൂർത്തീകരിക്കേണ്ടി വരുന്നത്. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്ന സാക്ഷ്യപത്രം ഡിസംബർ 31-നകം പഞ്ചായത്തിൽ നൽകണം. ഇത് ആരൊക്കെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. 2024 ജനുവരി 1-ന് 60 വയസ്സ് പൂർത്തിയാക്കാത്ത 2024 ജനുവരി 1-ന് 60 വയസ്സ് പൂർത്തിയാകാത്ത വിധവ പെൻഷൻ വാങ്ങുന്നവർ, 50 വയസ്സ് കഴിഞ്ഞ് അവിവാഹിതർക്കുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഇവരാണ് ഈ ഒരു സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ തുക നിങ്ങൾക്ക് തടസ്സപ്പെടും, മുടങ്ങുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ പെൻഷൻ ലഭിക്കത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ കുടിശ്ശിക ഇനത്തിൽ തന്നെ 4-5 മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാനുണ്ട്. ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് ഈ ഒരു രേഖകൾ അവിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ പഞ്ചായത്തിൽ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻഷൻ കൂടുതലായിട്ട് വിതരണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് തടസ്സപ്പെടും അല്ലെങ്കിൽ മുടങ്ങിപ്പോകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണിത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കാണുന്ന മുറയ്ക്ക് മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.